ഹേ ഡിയേഴ്സ്, അപ്പം ഇന്നൊരു സൺഡേ മിനി വ്ലോഗ് ആയാലോ. ഇന്ന് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഗ്യാസിന് അവധി കൊടുത്തേക്കാണ്ടോ. നമ്മൾ കൊടുത്താൽ ആൾ തന്നെ എടുത്താണ്. നമ്മൾ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് കുറച്ച് ദിവസത്തേക്ക് അടപ്പിലായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്തിട്ട് 8-9 ദിവസം ആയിട്ടുള്ളൂ. 16 ദിവസം കഴിഞ്ഞിട്ട് ഗ്യാസ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എൻ്റെ ഏറ്റവും വലിയ മെയിൻ ഡ്യൂട്ടിയിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അടിച്ചു വാരൽ മിക്കപ്പോഴും ഞാൻ തന്നെ അടിച്ചു വരാറ്. അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി അലക്കാണ്ടായിരുന്നുണ്ട്. ഞാൻ രാവിലെ മുക്കി വെച്ചതായിരുന്നു. പക്ഷേ പണിയൊക്കെ ഒന്ന് ഒതുക്കി വന്നപ്പോഴത്തേക്കും നട്ടുച്ച സമയം, അതായത് 12:30 മണിയായിട്ടുണ്ടായിരുന്നു. അലക്കണേക്കാളും പാടായിരുന്നു കേട്ടോ വിരിക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ നെയ്റ്റ് തലേദിവസം അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അത് തലയിൽ കൂടി കെട്ടിക്കൊണ്ടാണ് വിരിച്ചത്. അത്രയ്ക്ക് വെയിലായിരുന്നു വെച്ചാൽ അത്രയ്ക്കുമല്ല, പൊള്ളുന്ന ചൂടായിരുന്നു. ഇത് ഇടേണ്ട ആവശ്യം അപ്പം തന്നെ ഉണങ്ങിക്കിടുന്ന അവസ്ഥയിലുള്ള വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കണക്കിനാണ് ഞാൻ അവിടെ തുണിയൊക്കെ വിരിച്ച് ഇട്ടത്. അത് കഴിഞ്ഞ് താഴ്ച ഒരു 5 മിനിറ്റ് വേർത്തിട്ട് നേരെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് ഇതിന് മാത്രം വെട്ടി വേർക്കുന്ന വേറെ ഉണ്ടാക്കുക. അതിന് മാത്രം ഞാൻ വെട്ടി വേർക്കും കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ. അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം തോന്നി. 2-3 ദിവസമായിട്ടുള്ളൊരു ത്വരയായിരുന്നു ഈ ഐസ്ക്രീം കഴിക്കുക എന്നുള്ളത്. 2 പ്രാവശ്യം പോയപ്പോഴേക്കാട്ടിൽ ഐസ്ക്രീം ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കിട്ടി. അങ്ങനെ വന്ന ഐസ്ക്രീമും കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറും കഴിച്ച് പിന്നെ 2 ഓറഞ്ച് ഇരിപ്പുണ്ട്. നല്ലൊരു ഓറഞ്ച് എടുത്ത് ഞാൻ കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ പോയി കിടന്നാണ് കേട്ടോ. അവൾ ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങിയും പോയി. വൈകുന്നേരം കേട്ടോ എണീക്കുന്നത്. വൈകുന്നേരം എണീറ്റപ്പോഴത്തേക്കും അമ്മ പായസം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വീട്ടിൽ അവനെ കാണാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എടുക്കാൻ കാരണം ആദ്യമായിട്ടാണ് കേട്ടോ അക്കയ്ക്ക് ഒരാൾ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. ഫുഡൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട്, പക്ഷേ ഡ്രസ്സ് അക്കൊക്കെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ കണ്ട് ഞാൻ പോയി പിന്നെ പായസത്തിന് വേണ്ടി പപ്പടം കൂടി കഴിച്ച്. ഇപ്പോൾ ഈയിടെയുള്ളിട്ടുള്ള ഇതാണ് പായസത്തിന് എനിക്ക് പപ്പടം കഴിക്കാണ്ട് പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം ഷുഗർക്കട്ടൊക്കെ ആയിരുന്നു, പക്ഷേ ഇന്ന് മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞായറാഴ്ച ഇല്ലേ അങ്ങ് കഴിക്കാമെന്ന് ഓർത്തു. അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് കാലാവസ്ഥ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറി. തിളച്ച് നിന്ന ചൂടൊക്കെ മാറി നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശി ഇരുണ്ട് കൂട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി തുണിയൊക്കെ എടുത്ത് വന്ന് പായസം കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെന്താ, ഒന്നുമില്ല, അതേ ഒരു സൺഡേ കൂടി അങ്ങോട്ട് പോയി.